Hello, good morning. Good morning, ma'am. Good morning. എല്ലാവരും എത്തിയോ? ക്ലാസ്സിലുള്ളവരൊക്കെ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ സ്ട്രെങ്ത് ഇത്രയായിരുന്നോ? നമ്മളൊരു ക്ലാസ്സിലെ മീറ്റ് ചെയ്തോളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല നിങ്ങൾ എത്ര കുട്ടികളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മളുടെ ലൈവില് ജോയിൻ ചെയ്യാറുള്ളതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നിങ്ങളൊന്ന് നോക്കിയേ, സ്ട്രെങ്ത് ഫുള്ളായോ? ഇത്രയൊക്കെയാണോ? 18 പേരൊക്കെ ഉണ്ടാവാറുള്ളോ? പറയൂ, വേഗം പറയൂ. ഹലോ, ചാടി ചാടി നിൽക്കണം. ഓൾമോസ്റ്റ് എത്രയാണോ? 18ഒക്കെയോ? വെരി ബാഡ്. ഞാൻ കുറെ പിള്ളേരൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. ആദ്യത്തെ ക്ലാസ്സിലൊക്കെ 33. ഓക്കെ, അപ്പൊ ചിലപ്പോ എന്റെ ക്ലാസ് ആണെന്ന് വിചാരിച്ചിട്ട് വരാത്തത്. അങ്ങനെ വിചാരിക്കാം നമുക്ക്. നമ്മള് അല്ലെ ഫസ്റ്റ് ഒരു ഒറ്റ ക്ലാസ് മാത്രമേ വി ഹാവ് ലെറ്റ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇന്നാണ് കഴിഞ്ഞ ആഴ്ചയില് എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല. ബിക്കോസ് നല്ല സുഖമില്ലായിരുന്നു, വയ്യാണ്ടായി, ചുമയായിരുന്നു. കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറിയില്ല. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില ചുമകൾ വരുമ്പോ എന്താ പറയാ, ക്ഷമിക്കണോട്ടാ. ചിലപ്പോ ഇടയ്ക്ക് ഇങ്ങനെ ചുമയ്ക്കും. നിങ്ങൾ വെക്കരുത്, അല്ലെങ്കിൽ അയ്യോ ഡിസ്റ്റർബൻസ് ആണല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം ഞാൻ ഹെൽപ്ലെസ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്ലാസ് എടുക്കണ്ടേ. ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിയ നടക്കലൊന്നും ഉണ്ടാവില്ല. ഒരു ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മാറുമൊന്നുമില്ല അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ എടുക്കണം. നിങ്ങൾക്ക് വേഗം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ, അത് വേഗം തീർത്തു തരണം എന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അതുകൊണ്ട് നമുക്ക് ക്ലാസ് എടുത്തേ മതിയാകും. ഓക്കെ, അപ്പൊ വരുന്നവര് എവിടെയെങ്കിലും വെച്ച് വരട്ടെ, പകുതിയൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ കയറട്ടെ. നമുക്ക് ക്ലാസ് തുടങ്ങാം. 20 ആയിട്ടുള്ളൂ. ഇങ്ങനെ വൈകി കയറുന്നത് കൊണ്ടാണോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ നമ്മളുടെ തീരാറാകുമ്പോഴേക്കും ഒരു 30 ആവുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഏകദേശം ക്ലാസ് ഒരു ഹാഫ് പാർട്ട് ആകുമ്പോഴേക്കും കയറുന്നവര്, നിങ്ങളുടെ ഒരു രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണോ? 2-3 മിനിറ്റ് എങ്കിലും മുൻപ് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക, എല്ലാ ക്ലാസ്സുകളിലും. ഓക്കെ, ഞാനിവിടെ ഓൾ മ്യൂട്ട് ഒന്നും ചെയ്തിട്ടില്ല. സം ഡേയ്സ് ആണ് അങ്ങനെ അല്ലെ. ബാക്കിയുള്ള ദിവസവും ആസ് യൂഷ്വൽ കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് കുട്ടികൾ കയറുന്നതാണ് പറയണത്. ഓക്കെ, കുഴപ്പമില്ല. എല്ലാ ദിവസവും അങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന കോഴ്സ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമുക്കും കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അറിയാം പല കാര്യങ്ങളുണ്ട്. കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലർക്ക് ജോലിയുള്ളവരുണ്ട്, മറ്റു ചില കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളവരുണ്ട്. സൗകര്യം കിട്ടുന്നത് അനുസരിച്ച്, സൗകര്യം കിട്ടും എന്ന് വിചാരിച്ച് മാത്രം നോക്കിയിരുന്നാലും കാര്യമില്ല. നമ്മൾ കുറച്ച് സൗകര്യങ്ങൾ കണ്ടെത്തി യു മസ്റ്റ്, എന്താ പറയാ, നിങ്ങൾ കമ്പൽസറി ആയിട്ട് യു ഹാവ് ടു വാച്ച് ദ റെക്കോർഡഡ് ക്ലാസ്. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, നിങ്ങളുടെ നെക്സ്റ്റ് ഡേയിലെ ക്ലാസ്സുകൾ കാണുക. അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ ടീച്ചേഴ്സ് ഒന്നും പറയണ്ടല്ലോ, അതൊക്കെ എന്താണാവോ എന്നൊന്നും വിചാരിക്കരുത്. ഓക്കെ, ആൻഡ് ഹൗ ഇസ് യുവർ ക്ലാസ്സസ്? ഒരു കുറച്ച് ക്ലാസ്സസ് ഒക്കെ ബാക്കിയുള്ള ടീച്ചേഴ്സ് 2 പേരും ഏകദേശം അവരുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ചൊക്കെ എടുത്തു. അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ? വാട്ട് ഹാവ് യു ടു സേ? നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സസിനെ പറ്റി ഇഫ് യു ഹാവ് സംതിങ് ടു സേ, യു ക്യാൻ എന്താ പറയാ, നിങ്ങളുടെ റെസ്പോൺസ് യു ക്യാൻ ഞങ്ങളോട് ഫീഡ്ബാക്ക് ആയിട്ട് പറയോ, അങ്ങനെ വേണമെങ്കിലും അത് വേണമെങ്കിലും ഒക്കെ ചെയ്യാം. യു ക്യാൻ റെസ്പോണ്ട് എനിഹൗ. ഞങ്ങളുടെ പോരായ്മകളോ നിങ്ങളുടെ എന്താ പറയാ മാറ്റങ്ങൾ വരുത്തേണ്ടതോ ഏതെങ്കിലും രീതിയോ എന്തെങ്കിലും വി ഹാവ് ടു ചേഞ്ച് സംതിങ്, ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് കമ്പൽസറിലി ഡിസ്ക്ലോസ്. നിങ്ങൾ കൃത്യമായിട്ട് അത് നമ്മളോട് പറഞ്ഞാലും മാത്രമേ പറ്റുള്ളൂ. സൗണ്ട് ക്ലിയർ അല്ലേ? എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? അതായത് നിങ്ങൾക്ക് ക്ലിയർ ആവണ്ടോന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞ് ക്ലാസ് എടുത്ത് തുടങ്ങി ആവുമ്പോ ക്ലിയർ അല്ല എന്ന് പറയാതിരിക്കാനാണ്. ഓക്കെ, അപ്പൊ ബാക്കി ഓൾ തിങ്സ് ക്ലിയർ ആണല്ലോ, ഓൾ തിങ്സ് സെറ്റ് ആണല്ലോ. എന്റെ ക്ലാസ്സിലേക്ക് ഞാൻ കടന്നോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ബുദ്ധിമുട്ടുകൾ, പ്രോബ്ലംസ്, ഇഷ്യൂസ് ഇഫ് യു ഹാവ് വിത്ത് us, യു ക്യാൻ സേ ദ ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല കേട്ടാ. നമ്മളും നിങ്ങൾ എന്നൊന്നുമില്ല. വി ഓൾ ആർ ടുഗദർ. വി ഹാവ് ടു കംപ്ലീറ്റ് ദിസ് കോഴ്സ്. നമ്മൾ നിങ്ങളുടെ കൂടെ
കൊണ്ട് ഒരുമിച്ച് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ സേ ടു മീ. ഞാൻ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ്സിലേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ബാക്കി ടീച്ചേഴ്സ് ആണ് കൂടുതൽ ക്ലാസ്സസ് എടുക്കുക. ഓൾറൗണ്ട് ഒരുപാട് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് എന്റെ അവർ എല്ലാ ക്ലാസ്സിലും ഒരേ അവർ മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. സോ അവർ ചാപ്റ്റർ ഈസ് നമ്മൾ എടുക്കാൻ പോകുന്ന എന്റെ മൊഡ്യൂൾ, എന്റെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ആണ്. നിങ്ങളോട് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് വി ഹാവ് 6 ചാപ്റ്റേഴ്സ്. ഈ ഒരു HRM എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് 6 ചാപ്റ്റേഴ്സ് ആണ്, 6 മൊഡ്യൂൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഓൾ ദ ചാപ്റ്റേഴ്സ് ആർ ലെങ്തി, ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. അതിനകത്ത് ഒരു ചാപ്റ്റർ കണ്ട് മാത്രമേ വളരെ കുഞ്ഞതുള്ളൂ, ചെറുതുള്ളൂ. ബാക്കിയൊക്കെ എന്താ പറയാ, ഒരു ടോപ്പിക്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, അതിന്റെ കുറെ സബ് ഡിവിഷൻസ്, അതിന്റെ കുറെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് എന്താ പറയാ, അതിനകത്ത് ഒരു വലിയ വലിയ ചാപ്റ്റേഴ്സ് ആയിട്ട് ഒരു മൊഡ്യൂൾ പോലെയാണ് ഇരിക്കുന്നത്. സോ ചാപ്റ്റർ 6 എന്താ പേര് കാണുന്നുണ്ടോ നിങ്ങളെ പേര് സ്ക്രീനില്? ചാപ്റ്റർ 6 ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആണ് അല്ലെ. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, ഗ്രീവിയൻസുകളെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിൽ, അതായത് ഏത് ബിസിനസ് സ്ഥാപനങ്ങളിലും വാട്ട് ഈസ് ദ ഡിസിപ്ലിൻ ടു ബി ഫോളോഡ്, നമ്മൾ പാലിക്കേണ്ടതായ ചില ആതിഥ്യ മര്യാദകൾ, ശുചിത്വ മര്യാദകൾ, അങ്ങനത്തെ കുറെ മര്യാദ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പിന്നെ എംപ്ലോയിയുടെ സേഫ്റ്റിയും അവരുടെ ഹെൽത്ത്, ഇങ്ങനെയുള്ള കുറെ ടോപ്പിക്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഈ ഒരു 6th ചാപ്റ്റർ എന്നോ 6th മൊഡ്യൂൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ എംപ്ലോയീസ് ഗ്രീവിയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. ഓക്കെ, employees grievance. What is the meaning of grievance? It is a feeling of discontentment or also dissatisfaction. Discontentment അല്ലെങ്കിൽ എന്താ പറയാ, dissatisfaction എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Discontentment ഒരു അതൃപ്തി അല്ലെ, തൃപ്തിക്കുറവ്. Dissatisfaction അത് തന്നെ, അസംതൃപ്തി. അതൊരു ഫീലിംഗ് ആണ്. അത് ആളുകളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിൽ അല്ലെ, നമുക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടേതായ ചില റിക്വയർമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഓരോ വ്യക്തികൾക്കും അതുണ്ട് അല്ലെ. ആ എക്സ്പെക്ടേഷൻസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് മെച്ച്, ആ ഒരു എക്സ്പെക്ടേഷൻ, ആ ഒരു പ്രതീക്ഷകള് നമുക്ക് എന്താ പറയാ സാധിക്കാതെ വരുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ആവശ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റാതെ വരുമ്പോ നമ്മൾ എന്ത് പറ്റും, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തരം ഫീലിംഗ്, ഇറ്റ് ഈസ് കോൾഡ് ഡിസ്കണ്ടന്റ്മെന്റ് ഓർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ അല്ലെ. അതിനെയാണ് നമ്മള് ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷന്റെ ഓപ്പോസിറ്റ്, കണ്ടന്റ്മെന്റിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ, ഇവിടെയും അതൊരു ഗ്രീവിയൻസ് എന്ന് പറയുന്നത് സെയിം മീനിങ് തന്നെയാണ്. ഗ്രീവിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് ഡിസ്കണ്ടന്റ്മെന്റ് ഓർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ. അതെവിടെ? ഇൻ ആൻ എംപ്ലോയ്, ഇൻ എ വർക്ക് പ്ലേസ്, അല്ലെങ്കിൽ ഇൻ ആൻ ഓർഗനൈസേഷൻ ബൈ ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിക്ക് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ, ഏതെങ്കിലും ഒരു വർക്ക് പ്ലേസിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഫീലിംഗ്, അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. അതാണ് നമ്മളുടെ എന്താ പറയാ ഗ്രീവിയൻസ് എന്താ പറയാ, ഒരു പരാതി, ഒരു പരിഭവം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഇത്തരം ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്നത്? ദർ മേ ബി മെനി റീസൺസ്. കുറെ കാരണങ്ങൾ അതിന് ഉണ്ടാകാമായിരിക്കാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാം, ഒന്ന് ഇതാണ്, അത് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെ, നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു കൊടുക്കുന്നു. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമുക്ക് ജോലി കിട്ടി, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ വി എക്സ്പെക്ട് സം തിങ്സ് അല്ലെ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. സാലറി ആകാം, ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആകാം, ഗുഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗുഡ് കോ വർക്കേഴ്സ് അല്ലെ, ഒരു വർക്ക് എന്താ പറയാ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെ, ഒരു ഗുഡ് സ്റ്റേറ്റസ്, നമ്മളുടേതായ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വർക്കിംഗ് ഓർഗനൈസേഷനിൽ നമ്മൾ ജോലിക്കായിട്ട് പോകുന്നത്. When we are not satisfied with these working conditions or these opportunities or this salary, whatever you may get from that organization, that feeling is called grievance. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ആ ഒരു ഫീലിംഗ്, ആ ഒരു മനോഭാവം, ആ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു അവസ്ഥ അല്ലേ, ആ ഒരു ഫീലിംഗിനെയാണ്, മാനസിക അവസ്ഥയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കാം
ആൻഡ് sometimes the employees may have some complaint. അവർക്ക് എന്തുണ്ടാകും, പല രീതിയിൽ പരാതികൾ ഉണ്ടായിരിക്കാം അല്ലെ. ചിലപ്പോ അവര് എന്താ പറയാ they are neglected, നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് പരിഗണന തരുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു റെസ്പെക്ട്, സെൽഫ് റെസ്പെക്ട്, എനിക്ക് എന്റേതായ ഒരു എന്നെ കുറിച്ച് എനിക്ക് തന്നെയുള്ള ഒരു ബഹുമാനം, അതിനാണ് നമ്മൾ സെൽഫ് റെസ്പെക്ട് ചോദിക്കുക. സോ അത് കിട്ടണം അല്ലെ. ചിലപ്പോൾ നമുക്ക് നെഗ്ലിജൻസ്, എന്താ നെഗ്ലക്ട്, പരിഗണിക്കാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരാൽ ചില രീതിയിലുള്ള ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യുക. എന്താ ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അനീതി അല്ലെ. ചില ആളുകളോട് ഒരു രീതിയിൽ പെരുമാറുന്നു, എന്നോട് എന്താ പറയാ ആ ഒരു രീതിയിലല്ല, ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ബിഹേവ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് എന്തുണ്ടാവുന്നു, ഒരു തരം ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുക. എന്താ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം. പല രീതിയിൽ എംപ്ലോയീസിൽ തന്നെ പല രീതിയിൽ പെരുമാറുക എംപ്ലോയീസിനോട്. സോ ഓൾ ദീസ് തിങ്സ് ഓൾസോ അറൈസസ് ഇൻ ആൻ എംപ്ലോയി. ഈ എംപ്ലോയീസിൽ ഇത്തരം ഫീലിങ്സുകളൊക്കെ ഉണ്ടാകാം. എന്താണ്, പരാതികൾ ഉണ്ടാകാം, നെഗ്ലിജൻസ്, പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരവസ്ഥ ഉണ്ടാകാം, ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യാം, ഡിസ്ക്രിമിനേഷൻസ് ഫീൽ ചെയ്യാം. ഓൾ ദീസ് തിങ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ഗ്രീവിയൻസ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ഒരു എന്താ പറയാ ഫീലിംഗ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥ ഇങ്ങനെയായി മാറുക, എന്ത് ഒരു ഗ്രീവിയൻസിലേക്ക് കടക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വളർന്ന് 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 ചിലപ്പോഴൊക്കെ കുഞ്ഞു കുഞ്ഞിതൊക്കെ ആകുമ്പോൾ നമ്മൾ കുഴപ്പമില്ല, ചിലപ്പോ മാറുമായിരിക്കും എന്നൊക്കെ നമ്മൾ ആദ്യം വിചാരിക്കും. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ, അല്ലെങ്കിൽ ഇത്തരം ഫീലിങ്സുകളെ, ഇത്തരം എംപ്ലോയീസിൽ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥകളെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ചേഞ്ച്ഡ്, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് മാനേജ്ഡ് പ്രോപ്പർലി, അത് ശരിയായ രീതിയിൽ എംപ്ലോയീസിനെ കൈകാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഫീലിംഗ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ, അവരുടെ മാനസികാവസ്ഥയെ നമ്മൾ പരിഗണിക്കുന്നില്ല ശരിയായ രീതിയിൽ, പ്രോപ്പറായ രീതിയിൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് മാനേജ്ഡ്, അത് മാനേജ് ചെയ്യുന്നില്ല, ഇറ്റ് ഗ്രോസ് ടു ഗ്രീവിയൻസ്. അതിങ്ങനെ വളർന്ന് വളർന്ന് വലിയ ഒരു ഗ്രീവിയൻസ്, വലിയ ഒരു പരാതികളുടെ കൂട്ടായിട്ട്, അല്ലെങ്കിൽ ഒരു പരാതികളുടെ കെട്ടായിട്ട് മാറും. കാരണം എന്താ, ഒരു എംപ്ലോയിയെ സംബന്ധിച്ചാണെങ്കിൽ ആ എംപ്ലോയിയുടെ ഫീലിങ്സ്, പക്ഷെ അത് എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോ പല ഇത്തരം ഗ്രീവിയൻസുകൾ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് മാത്രമായിരിക്കില്ല അല്ലെ, കളക്റ്റീവ്ലി എല്ലാ എംപ്ലോയീസും ചേർന്നിട്ടുള്ള ചില ഗ്രീവിയൻസുകൾ ഉണ്ടായിരിക്കും. കാരണം എന്താ, ഇപ്പൊ സാലറിയൊക്കെ സംബന്ധിക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ അവിടെ സാലറിയെ സംബന്ധിക്കുന്ന കാര്യം, അവരോട് ഇങ്ങനെ ഇത്ര സാലറി ഓഫർ ചെയ്തിട്ടാണ് എംപ്ലോയീസിന്റെ ജോലിക്കായിട്ട് എടുത്തിരിക്കുന്നത്. And if the organization didn't provide such an amount of salary which they have offered, അവർ ഓഫർ ചെയ്തിരിക്കുന്ന അത്രയും സാലറി അവര് എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് പറ്റും? അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യമില്ല, ആ ടീം ഓഫ് എംപ്ലോയീസിന് ഓരോരുത്തർക്കും എല്ലാവരും കൂടി ചേർന്നിട്ട് അവരുടെ ആ ഒരു ഫീലിംഗ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട് അല്ലെ, അവരുടെ ആ ഫീലിങ്സ് ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ രൂപമായിട്ടോ അതൊക്കെ എന്ത് ചെയ്യും, പ്രതിഫലിക്കും, റിഫ്ലക്ട് ചെയ്യും അല്ലെ. അപ്പൊ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് എല്ലാവർക്കും കൂടിയുള്ള പരാതി, നമുക്ക് ഇത്രയാണ് ഓഫർ ചെയ്തത് പക്ഷെ അത്രയും തരുന്നില്ലല്ലോ, കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു പരാതി. അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് ഒരു കളക്റ്റീവ് ഗ്രീവിയൻസ് ആയിട്ടും മാറാൻ സാധ്യതയുണ്ട്. സോ ഫോർ പ്രോപ്പർ പ്ലാനിങ്, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് പ്രോപ്പർ പ്ലാനിങ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ഗ്രീവിയൻസ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, grievances have to be taken into consideration. ഏത് രീതിയിലുള്ള പരാതികളും പരിഭവങ്ങളും അത് കണ്ടില്ല എന്ന് നടിക്കാൻ മാനേജ്മെന്റിനോ ഓർഗനൈസേഷനോ പാടില്ല. They have to take into consideration these grievances. എന്നാൽ മാത്രമേ ഗ്രീവിയൻസ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കണക്കിലെടുക്കണം. എംപ്ലോയീസിന്റെ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാനും ചെവി കൊടുക്കാനും അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ്, ബെറ്റർ സൊല്യൂഷൻസ് കണ്ടെത്താനും മാനേജ്മെന്റ് എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അപ്പൊ ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈസ് ദ പ്രൊസീജിയർ ഇൻ വിച്ച് ദ മാനേജർ ഡീൽസ് വിത്ത് ദ ഗ്രീവിയൻസസ് ഓഫ് ദ എംപ്ലോയീസ്. എന്താണ് അപ്പൊ ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഈ പറയുന്ന പരാതികളെ എങ്ങനെയാണ് മാനേജർമാര്, ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഒരു എംപ്ലോയി, ഓരോ എംപ്ലോയീസും അവരുടെ സർവീസിൽ അവർക്കുണ്ടാകുന്ന ഗ്രീവിയൻസുകളെ ഹൗ ദ മാനേജ്മെന്റ് ഡീൽസ് ഇറ്റ്, അതെങ്ങനെ ഡീൽ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഹലോ 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 ഇപ്പുറത്ത് കൈ പോകുന്നുണ്ട് അല്ലെ, ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാണ്. മനസ്സിലാകുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചോദിക്കുമ്പോ നിങ്ങൾ ഒന്നില്ലെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ നോന്നോ ഒന്ന് ക്ലിയർന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു തമ്പോ ഒക്കെ എഴുതിട്ടൊന്ന് നമുക്ക് കാണിക്കാം കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ ആക്റ്റീവ് ആണെന്ന് കാണിക്കാനും
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങിപ്പോകാതിരിക്കുക. എന്റെ ഒന്നും സൗണ്ട് ഇട്ട് നിങ്ങൾ പെട്ടെന്നൊന്നും ഉറങ്ങില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, എനിക്ക് എപ്പോഴും ഇങ്ങനെ പിള്ളേർ ചാടി നിൽക്കുന്നതാണ് ഇഷ്ടം. വളരെ ആക്റ്റീവായിട്ട് യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ, വിത്തിൻ ടൈം നിങ്ങൾ അതൊന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗ്രീവിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് which reflects the dissatisfaction or discontentment of an employee when working in an organization or the service of that particular employee. അത്രേ ഉള്ളൂ ഒറ്റ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ആരോ എന്നോട് സിമ്പിൾ സെന്റൻസിൽ പറയാൻ പറഞ്ഞു. സിമ്പിൾ സെന്റൻസ് ആവില്ല, സെന്റൻസ് അപ്പൊ കുറച്ച് നീളം കൂടി പോകും. സിമ്പിൾ സെന്റൻസ് ആയിട്ടല്ലേ അവിടെ തന്നിരിക്കുന്നത്. ഒരു തരം അവസ്ഥ, ഒരു തരം മാനസിക അവസ്ഥ ഉള്ളിൽ നിന്ന് വരുന്നതാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അതൃപ്തി, ഒരു സംതൃപ്തിയില്ലായ്മ എന്തിനോട്, ഒരു വർക്കിംഗ് പ്ലേസിൽ നമ്മൾ ജോലി ചെയ്തിരിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് എംപ്ലോയീസിന് ഉണ്ടാകാവുന്ന അവരുടെ സേവനങ്ങളിൽ അവർക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ്. അത് അസംതൃപ്തിയാകാം, അതൃപ്തിയാകാം, എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെ. നമുക്ക് തൃപ്തിയില്ലായ്മ അല്ലെ, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല, എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ട്, അപ്പൊ അതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. സോ ദാറ്റ് അങ്ങനെ വരുമ്പോൾ ദ എംപ്ലോയി ഓർ ദ എംപ്ലോയീസ് collectively they make some grievance, അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു പരാതികൾ, അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ഫോർ ഗ്രീവിയൻസ് മാനേജ്മെന്റ്, അതായത് ഗ്രീവിയൻസ് നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അപ്പൊ മാനേജർ അത് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഗ്രീവിയൻസിനെ നമ്മൾ മാനേജ് ചെയ്യാതെ, പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാതെ ഓർഗനൈസേഷൻ cannot achieve its goal or attain its success. ഒരു രീതിയിലും ഒരു ബിസിനസ് ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ അവരുടെ ഉദ്ദേശിക്കുന്ന ഗോൾ, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ അവരവരുടെ എന്താ പറയാ സക്സസിലേക്ക്, വിജയത്തിലേക്ക് എത്താനോ പറ്റില്ല. അപ്പൊ ഗ്രീവിയൻസ് എംപ്ലോയീസിനെ സംബന്ധിച്ചതാ. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ആര് വരും? ഒരു ഓർഗനൈസേഷനിൽ ഇഷ്ടം പോലെ എംപ്ലോയീസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നോക്കിയ എന്തോരം എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഉണ്ട്, അല്ലെ ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളുണ്ട്. എന്താ പറയാ നഴ്സിംഗിലല്ലാതെ നോൺ നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്, ക്ലീനിങ് സെക്ഷനില്, പിന്നെ എന്താ പറയാ CSS, ഈ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റില്, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലെങ്കിൽ അവിടെ ഒത്തിരി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ചില രീതിയിൽ ഇതുപോലെയുള്ള ചില ഡിസ്കണ്ടന്റ്മെന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മാനേജ്ഡ് ഓർ പ്രോപ്പർലി പ്ലാൻഡ്. ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ ഒക്കെ ഉണ്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിക്കണം അല്ലെ. അല്ലെങ്കിൽ മറ്റുള്ളവർ ത്രൂ ചിലപ്പോൾ അവരറിയാണെങ്കിൽ അത് കുഴപ്പമില്ല, എംപ്ലോയീസ് അല്ലേ, നമ്മളത് പരിഗണിക്കേണ്ട, അവരവരുടെ രീതിയിൽ വിട്ടേക്ക് എന്ന് വെച്ച് നമ്മൾ അത്ര നിസ്സാര മട്ടില് തള്ളിക്കളയാനും പാടില്ല. അപ്പൊ ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് it is a procedure in which the manager deals with the employees grievance during their service. എംപ്ലോയീസിന് അവരുടെ സേവനങ്ങളിൽ ഉണ്ടാകുന്ന ചില തരത്തിലുള്ള പരാതികളെ എങ്ങനെ നമ്മുടെ മാനേജർ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ they have to consider the problems of the employees. അങ്ങനെ വരുമ്പോ എംപ്ലോയീസിന്റെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ആര് ശ്രദ്ധിക്കണം? ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ്. ഏത് ബിസിനസ് സ്ഥാപനമായാലും, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒരുപാട് എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. another example I can disclose you. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ഒരു ബിസിനസ് ആണെന്ന് വിചാരിക്കുക, തുണിക്കട. ഇപ്പൊ തുണിക്കടയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. ഒരു ഡ്രസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒക്കെ നമ്മൾ പോകുന്നുണ്ട്. യു ക്യാൻ സീ ദർ ആർ എ ലോട്ട് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ദർ. അവിടെയും ഒരുപാട് ജോലിക്കാരുണ്ട് അല്ലെ. ഫ്ലോർ മാനേജർമാരുണ്ട്, പിന്നെ നമുക്ക് സെയിൽസ് ഗേൾസ്, സെയിൽസ് ബോയ്സ് ഉണ്ട്, പിന്നെ നമ്മളെ ഡിറക്ട് ചെയ്യാൻ ഇന്ന സ്ഥലത്താണ്, ഇന്ന ഫ്ലോറിലാണ് ഇതുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡിറക്ട് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ട്. റിസപ്ഷനിലുണ്ട്, അതുപോലെ ക്യാഷിലുണ്ട്, അങ്ങനെ പിന്നെ ഇതൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് തരുന്ന വിഭാഗത്തിലും അവിടെയും എംപ്ലോയീസ് ഉണ്ട്. എവിടെ കുറെ എംപ്ലോയീസ്, 100-200 എംപ്ലോയീസ് എങ്കിലും വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാം. അവിടെയും ഈ ഓൾ എംപ്ലോയീസിന്റെ, ഈ പറയുന്ന എല്ലാ എംപ്ലോയീസിന്റെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഷുഡ് ബി ഡെൽറ്റ് വിത്ത്. അതിനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം, ഡീൽ ചെയ്യണം. അതൊക്കെ ഗ്രീവിയൻസ് മാനേജ്മെന്റിലാണ് വരിക. അപ്പൊ വിത്തൗട്ട് ഗ്രീവിയൻസ് മാനേജ്മെന്റ്, അതായത് നമ്മുടെ ഗ്രീവിയൻസ് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാതെ ഇറ്റ്സ് ഇമ്പോസിബിൾ ടു മാനേജ് ഓൾ ദ എംപ്ലോയീസ് പ്രോബ്ലംസ് ആൻഡ് റെസ്പോണ്ട് ദം. എന്താണ്, നമ്മൾ ശരിയായ രീതിയിൽ എംപ്ലോയീസിന്റെ ഗ്രീവിയൻസുകൾ, പരാതികളെ നമ്മൾ കണക്കിലെടുക്കാതെ അവരെ അതെല്ലാം മാനേജ് ചെയ്യാതെ അല്ലെങ്കിൽ സോൾവ് ചെയ്യാതെ എംപ്ലോയീസിനെ നമുക്ക് എന്താ പറയാ എംപ്ലോയീസിനെ നമുക്ക് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാനോ അവരുടെ കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
പറയുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് വി ക്യാൻ സേ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് പറയാം ഗ്രീവിയൻസ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മേക്കിംഗ് ആൻ ഓർഗനൈസേഷൻ വർക്കിംഗ് റിലേഷൻഷിപ്സ് ഇഫക്റ്റീവ് എഫിഷ്യന്റ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാവരും ഒരു നല്ല ബന്ധത്തിൽ, അത് മാനേജ്മെന്റും എംപ്ലോയീസും ഒക്കെ തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തിന്റെ കെട്ടുറപ്പിനും ഏത് സഹായിക്കും? നമ്മുടെ ഗ്രീവിയൻസ് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഗ്രീവിയൻസ് മാനേജ്മെന്റിന് അങ്ങനെ ഒരു പർട്ടിക്കുലർ റോൾ കൂടിയുണ്ട്. എന്ത്? മേക്കിംഗ് ദ ഓർഗനൈസേഷൻ വർക്കിംഗ് റിലേഷൻഷിപ്സ് ഇഫക്റ്റീവ്. വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ ആളുകളും തമ്മിലുള്ള ബന്ധങ്ങള് നല്ല എന്താ പറയാ ഊട്ടി ഉറപ്പിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്, നല്ല ബന്ധം സ്ഥാപിക്കാൻ എംപ്ലോയറും എംപ്ലോയീസുമായിട്ട്. ഷുഡ് ബി ഗുഡ് റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധമായിരിക്കണം അല്ലെ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ബന്ധം അല്ലെ, ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ദർ വിതിൻ ദ മാനേജ്മെന്റ് ആൻഡ് ഓൾസോ ദ എംപ്ലോയീസ്. എംപ്ലോയീസും എംപ്ലോയറും അല്ലെങ്കിൽ മാനേജ്മെന്റ് തമ്മിൽ ഒരു എന്താ പറയാ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് ഉണ്ടായാൽ ഐ മസ്റ്റ് ഹാവ് ദ കറേജ് ടു ഡിസ്ക്ലോസ് ഇറ്റ് ടു ദ മാനേജ്മെന്റ്. എനിക്ക് അത് ധൈര്യത്തോടെ എന്റെ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ എന്റെ എംപ്ലോയറിനെ അറിയിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടാവണം. അതെങ്ങനെയാ ഉണ്ടാകാൻ? നമുക്ക് ആ ഒരു നല്ല ബന്ധം ഉണ്ടെങ്കിൽ നമുക്കത് എന്തു പറയാം എന്ന് പറ്റുള്ളൂ. അങ്ങനെയല്ലേ അല്ലെ? ചിലപ്പോ നമുക്ക് എങ്ങനെ പറയും, പേടിയാണ്, അവര് നമ്മളെന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കുറെ ഭയം അവരെ കുറിച്ച് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാ? എംപ്ലോയർ എംപ്ലോയീസുമായിട്ട് ഒരു ഗുഡ് കണക്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ് അല്ലെ. There should be some good relation or connection between the employer and the employee, so that the employee can disclose anything, their problems, issues, their discontent with their dissatisfaction, everything to the employer. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പരാതികളായിക്കോട്ടെ, പരിഭവങ്ങളായിക്കോട്ടെ, അവരുടെ അസംതൃപ്തി കുറവായിക്കോട്ടെ, ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ എംപ്ലോയറിനോട് പറയാനും സൂചിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ബന്ധം ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ഗ്രീവിയൻസുകളൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പരാതികൾ അവിടെ കിടന്ന് കൂടി വലിയ പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടുപോകും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഓൾസോ ഇഫക്ട് ദ നെഗറ്റീവ് ഇഫക്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. അത് മാത്രമല്ല, അത് ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനും എന്താ പറയാ കാരണമാകും. ഓക്കെ, അപ്പൊ ആ രീതിയിലേക്ക് ആവാതെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ പറഞ്ഞത് എന്താന്ന്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എങ്കിൽ യു ഷുഡ് ഗോ ത്രൂ ദ സെന്റൻസസ് വിച്ച് ഈസ് റിട്ടൺ ഇൻ ദ പാരഗ്രാഫ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഒന്ന് വേഗം ഒറ്റ അടിക്ക് വേഗം ഒന്ന് വായിച്ചു നോക്കുക. And if there is any doubt in the sentences written, അവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസിൽ ഞാൻ ഓൾമോസ്റ്റ് അവിടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞത്. അത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ രണ്ട് ലാംഗ്വേജിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും അവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ആയിട്ട് അതിന്റെ മീനിങ് ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരും കേട്ടോ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ ക്ലിയർ ആണ്. പെട്ടെന്ന് വായിച്ചു നോക്കണം. കഴിയുമ്പോൾ ഓക്കെ എന്നോ എസ് ഒന്നും എന്തെങ്കിലും ഇട്ടേക്കുക. Very good. Okay, so let's move to the next. അടുത്തലേക്ക് പോകാമോ? എനിക്ക് പോകാലോ. പക്ഷേ ബിഫോർ മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ് ഓർ നെക്സ്റ്റ് കുറച്ച് ഡെഫിനിഷൻസ് ആണ് പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന 1, 2, 3 ലൈൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാലോ. നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കേണ്ട, നമ്മൾ ആ ഒരു പേജ് വായിച്ചു നോക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ചില സെന്റൻസുകൾ അല്ലെങ്കിൽ പോയിന്റുകളോ ഒക്കെ ഞാൻ മാർക്ക് ചെയ്യാൻ പറയും. അതൊന്ന് അണ്ടർലൈൻ ചെയ്യോ ബ്രാക്കറ്റ് ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്താണ് ഗ്രീവിയൻസ്? ഗ്രീവിയൻസിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. റെഫേർഡ് ടു ആസ് എ ഫീലിംഗ് ഓഫ് ഡിസ്കണ്ടന്റ്മെന്റ് ആൻഡ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ആൻ എംപ്ലോയി ഹാസ് റിഗാർഡിംഗ് ഹിസ് എംപ്ലോയ്മെന്റ്. ഒരു ജോലിയിൽ ഉണ്ടാകുന്ന അതൃപ്തി, ആ ഒരു ഫീലിംഗ്, അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Okay, next one. Grievance management is the procedure. ആ grievance management എന്ന് ബോൾഡ് ആയിട്ട് എഴുതിയിട്ടില്ലേ, ആ ഒരു സെന്റൻസ്
is a procedure through which the manager deals with the grievances of his employees during his service. എന്നുള്ള ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജർ എങ്ങനെയാണ് ഒരു ജോലി സ്ഥലത്ത് ഒരു എംപ്ലോയി അദ്ദേഹത്തിന്റെ സേവനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ, പരാതികളെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നു മാനേജർ, അതാണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൊസീജിയർ. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആയോ? മനസ്സിലായോ ഏതാ സെന്റൻസ് എന്ന്? മനസ്സിലായോ? ഇപ്പുറത്താണോ നിങ്ങൾ തമ്മിടുന്നത്? യെസ്, ആ യെസ് എഴുതുന്ന ആളുകൾ ഒന്ന് വേഗം ഇട്ടേക്കണേ. ഇപ്പുറത്തെ നമ്മളുടെ നോട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇപ്പുറത്തെ ചിലപ്പോൾ ആളുകൾ തമ്മിട്ടിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ഐ കനോട്ട് സീ ബിക്കോസ് നമ്മളുടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണല്ലോ നോട്ട്. അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ആളുകൾ എനിക്ക് ടൈപ്പ് ചെയ്യുന്നത് ഇപ്പുറത്തെ വരുന്നത്, എന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. സോ അവിടെ ഒന്ന് വേഗം ഇടണേ. അടുത്തത് സെന്റൻസ് പറയാം. Last sentence ആൾട്ടാ. Grievance management plays an important role in making organizational working relationships effective എന്ന സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ പാരഗ്രാഫില് നിങ്ങൾ ഒന്നുകൂടി ഇരുന്ന് പഠിക്കുമ്പോൾ ആ 3 സെന്റൻസുകൾ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആണല്ലോ? Now let's go to the definitions which is given by some great people. കുറച്ച് ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് ഗ്രീവിയൻസ് എന്നുള്ളതിന് കുറച്ച് ഡിഫറെന്റ് അവരവരുടേതായ ഐഡിയയിൽ കുറെ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഒരു കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് എന്റെ ഐഡിയയില് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലെ. പണ്ട് ആനയെ കാണാൻ പോയിട്ട് ഉള്ള കഥയൊക്കെ അറിയാലോ. അന്ധനും അതുപോലെ തന്നെ എന്താ പറയാ സംസാരിക്കാൻ കഴിയാത്തവരൊക്കെ അങ്ങനെ പോയിട്ട് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ഡിഫൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ, കഥയൊക്കെ ആയിട്ട് കേട്ടല്ലേ. അതുപോലെ ഇവിടെ ഒരു കാര്യം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറയാം, ഇപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയാം, അല്ലെങ്കിൽ എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാമെന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ടോപ്പിക്കോ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് തരുമ്പോ ഓരോരുത്തർക്കും ദേ ഹാവ് ദെയർ ഓൺ ഐഡിയാസ് അല്ലെ. അവർക്ക് അവരുടേതായ ഐഡിയാസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഏത് രീതിയിൽ ചിന്തിക്കുന്നോ അങ്ങനെ ആവണമെന്നില്ല വേറൊരാൾ ചിന്തിക്കാം. സോ അതുപോലെ ഇവിടെ നമ്മളുടെ ഗ്രീവിയൻസിനെ കുറിച്ചിട്ട് ഡിഫൈൻഡ് ബൈ ഡിഫറെന്റ് പീപ്പിൾ. ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഡെഫിനിഷൻസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ് ആണ്. കീത്ത് ഡേവിസ് പറയുന്നത് ഇതാണ്: ഗ്രീവിയൻസ് ഡെഫിനിഷൻ ഷുഡ് ബി റെഡ് അങ്ങനെ തന്നെ നമ്മൾ വായിക്കണം, അല്ലെങ്കിൽ അതിന് നമുക്ക് കൂട്ടലും കുറയ്ക്കൊന്നും വേണ്ട. സോ അതുകൊണ്ട് ഞാനത് വായിക്കുകയാണ്. Grievance is any real or imagined feeling of personal injustice which an employee has concerning his employment relationship. ഒരു ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ആൾക്കുണ്ടാകുന്ന ആ ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ബന്ധം എന്താ? എംപ്ലോയിക്ക് മറ്റ് കോവർക്കേഴ്സുമായിട്ടുള്ള ബന്ധം, എംപ്ലോയറുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തില് ആ ഒരു ഇതില് അവിടെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു പേഴ്സണൽ ഇൻജസ്റ്റിസ്, ഒരു വ്യക്തിപരമായ അനീതി, അങ്ങനെ ഒരു ഫീലിംഗ് ആൾക്ക് ചിലപ്പോ ആള് സ്വന്തമായിട്ട് ഇമാജിൻ ചെയ്ത് കൂട്ടിയതാകാം, ചിലപ്പോ അത് റിയൽ ആയിരിക്കാം. മനസ്സിലായോ? യാഥാർത്ഥ്യമാകണം എന്നില്ല. ചിലപ്പോ എനിക്ക് ഇതെനിക്ക് എന്താ പറയാ അവരോട് അങ്ങനെ ചെയ്യുന്നു, എന്നോട് ഇങ്ങനെ കാണിച്ചു, അത് ചിലപ്പോ വെറും ഒരു ഫീലിംഗ് ആവാം. എന്ന് വെച്ചാൽ ആള് സങ്കല്പിച്ചു കൂട്ടിയതായിരിക്കാം. ചിലപ്പോ എല്ലാവരോടും ഒരുപോലെ ഇപ്പൊ നമ്മളിങ്ങനെ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ഓർഗനൈസേഷൻസിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോഴേ ടീച്ചേഴ്സ് അത് അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞതല്ല, അത് നിന്നെ ഉദ്ദേശിച്ചതുമല്ല, അത് നിനക്ക് തോന്നണതാ അല്ലെ. അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോ വെറുതെ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടും. അതുകൊണ്ടാണ് പറയുന്നത് കീത്ത് ഡേവിസിന്റെ അഭിപ്രായത്തില് അദ്ദേഹം പറയുന്നത് ഇതാണ്: ഗ്രീവിയൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ റിയൽ ആയിരിക്കാം, ചിലപ്പോൾ അത് റിയൽ ആയിട്ട് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അനീതി കാണിച്ചതുപോലെ തോന്നിയതായിരിക്കാം, ചിലപ്പോ എന്താണ് ഇമാജിൻഡ് ആയിരിക്കാം. അദ്ദേഹത്തിന് ഒരു സങ്കല്പം, അങ്ങനെ എന്നോട് എങ്ങനെ ചെയ്തതാണോ എന്ന്, അങ്ങനെ ഉണ്ടാകുന്ന ചില പേഴ്സണൽ ഇൻജസ്റ്റിസ്, അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്നാണ് കീത്ത് ഡേവിസ് പറയുന്നത്. എന്താണ് എക്സ്പ്ലനേഷൻ എന്ന് മനസ്സിലായോ? ആ ഒരു ഡെഫിനിഷൻ കീത്ത് ഡേവിസ് കൊടുത്തിരിക്കുന്ന അതേ ഡെഫിനിഷൻ അല്ല അടുത്ത നമ്മുടെ ജൂസിയസ് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, എല്ലാ വ്യത്യാസവും ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഗ്രീവിയൻസ് ഈസ് എനി റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ്, യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ സങ്കല്പിച്ചതോ ആയിട്ടുള്ള ഒരു അവസ്ഥ. അത് എന്തിനെ സംബന്ധിച്ചത്? പേഴ്സണൽ ഇൻജസ്റ്റിസ്, അതായത് വ്യക്തിപരമായ ഒരു അനീതി അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുണ്ടായതോ അല്ലെങ്കിൽ ഒരു തോന്നലോ ആയിട്ടുള്ളതാണ് എന്ന് പറയുക ഗ്രീവിയൻസ് എന്നാണ് ആര് പറയുന്നത്? കീത്ത് ഡേവിസ് പറയുന്നത്. ബിസിനസ്സിൽ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ബന്ധപ്പെട്ടവരുമായിട്ട് ഉണ്ടാകാവുന്ന ഒരു വ്യക്തിപരമായ അനീതി, ഒന്നുകിൽ അയാൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയതോ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, അതിനെയാണ് ഗ്രീവിയൻസ് എന്നാണ് അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ആ ഡെഫിനിഷൻസ് ഒക്കെ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരാണ് ഇന്ന ഡെഫിനിഷൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കും. ഓക്കെ,
യെസ്, ഒന്ന് ഇച്ചിരി കൂടി സ്പീഡിൽ യെസും എന്നോട് വിടണേ. കാരണം ഓൾറെഡി നമ്മൾ ഒരു അവർ മിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെ മേക്കപ്പ് ചെയ്തെടുക്കുമെന്ന് അറിയില്ല. ബിക്കോസ് ഈ ചാപ്റ്ററും വളരെ ലെങ്തി ആണ്. അതുകൊണ്ട് ഒന്ന് ഇച്ചിരി പെട്ടെന്ന് അല്ലെ, മനസ്സിലായില്ല എങ്കിലും അപ്പൊ തന്നെ മനസ്സിലായില്ല മാം ഒന്നുകൂടി പറയോ, അന്ന് വൺസ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞാൽ മതി, വൺസ് മോർ എന്നൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഒന്നുകൂടി പറയുന്നത് നമ്മൾ നീട്ടി വെച്ച് പറയണം. ഓക്കെ, സോ ഫസ്റ്റ് ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ കീത്ത് ഡേവിസ്. അത് പറയുന്നത് ഗ്രീവിയൻസ് ഈസ് എ റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ് ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിക്ക് ഒരു വർക്കിംഗ് ഓർഗനൈസേഷനിൽ അവിടുത്തെ എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം തോന്നലാണ്. അത് യഥാർത്ഥത്തിലുള്ള തോന്നലാണോ അല്ലെങ്കിൽ അദ്ദേഹം സങ്കല്പിച്ചു കൂട്ടിയിരിക്കുന്ന തോന്നലാണോ എന്ന് നമുക്കറിയില്ല. ആ ഒരു കാര്യം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള അനീതി അദ്ദേഹത്തോട് ആരെങ്കിലും കാണിച്ചു എന്നുള്ള ആ ഒരു തോന്നൽ, അതിനെയാണ് ഗ്രീവിയൻസ് എന്നാണ് കീത്ത് ഡേവിസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു പ്രൊഫസർ ജൂസിയസ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഗ്രീവിയൻസ് ഈസ് എനി ഡിസ്കണ്ടന്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ വെദർ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്. ഇതും ഒരു എന്താ പറയാ, ഇത് അതൃപ്തിയാണ്, ഒരു അസംതൃപ്തി അല്ലെങ്കിൽ അതൃപ്തിയാണ്. വെദർ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്. ചിലപ്പോ അത് ആ എംപ്ലോയി ചിലപ്പോ പ്രകടിപ്പിച്ചു എന്ന് വരില്ല, ചിലപ്പോ പ്രകടിപ്പിക്കാം. എനിക്ക് ഇന്ന കാര്യത്തിൽ അതൃപ്തിയുണ്ട്, ഈ ഓർഗനൈസേഷനിൽ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ചിലപ്പോ എനിക്ക് പ്രകടിപ്പിക്കാം. അല്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഞാൻ അത് ആരോടും പറയുന്നില്ല, ആരോടും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഈവൻ ടു മൈ കോവർക്കേഴ്സിനോട് പോലും ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകാം ആ ഒരു ഫീലിംഗ്. പക്ഷെ അത് പ്രകടമാകും. അതെങ്ങനെ പ്രകടമാകും? അത് എന്താ പറയാ, എക്സ്പ്രസ് ചെയ്യുന്നില്ല, ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാം. വെദർ വാലിഡ് ഓർ നോട്ട്, അത് എത്രത്തോളം അതിനകത്ത് ശരിയുണ്ടെന്നും അറിയില്ല, ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അറൈസിംഗ് ഔട്ട് ഓഫ് എനി കണക്റ്റഡ് വിത്ത് ദ കമ്പനി ദാറ്റ് ആൻ എംപ്ലോയി തിങ്സ്. അതായത് ആ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചില ഡിസ്കണ്ടന്റ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ. ചിലപ്പോൾ അത് അദ്ദേഹം പറയാതിരിക്കാം, ചിലപ്പോൾ അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അങ്ങനെ ആ എംപ്ലോയി എന്ത് ചെയ്യുന്നു, ആലോചിച്ച് ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നു. അത് ചിലപ്പോ എന്താണെന്ന് വിശ്വസിക്കുന്നു അൺഫെയർ ആണ്, അൺജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ ഇനിക്വിറ്റബിൾ ആണ്, അത് ശരിയല്ല, തുല്യമായ രീതിയിലല്ല അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കുറെ ഫീലിങ്ങുകളുടെ ഒരു ഡിസ്കണ്ടന്റ് ചിലപ്പോൾ അദ്ദേഹം പ്രകടമാകാതിരിക്കാം. അതുപോലെ വിലയുള്ള, അതായത് ശരിയായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. അതിന്റെയൊക്കെ ഒരു ഫീലിംഗിനെയാണ് ഗ്രീവിയൻസ് എന്ന് ആര് പറയുന്നു? പ്രൊഫസർ ജൂസിയസ് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ഗ്രീവിയൻസ് അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ് പറഞ്ഞത് അതേപോലെയല്ല, അത് തന്നെയല്ല നമ്മുടെ ജൂസിയസ് എന്ത് ചെയ്തിരിക്കുന്നത്, നോട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ആ ഒരു ഡെഫിനിഷൻ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അത് ആ ഒരു ഫീലിംഗ് ഡിസ്കണ്ടന്റ് ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് എങ്കിലും ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാതിരിക്കാം, വാലിഡ് ആകാം, വാലിഡ് അല്ലായിരിക്കാം. ഓർഗനൈസേഷനിൽ ആൾക്കുണ്ടാകുന്ന ആ ഒരു ബന്ധത്തില് അദ്ദേഹം ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഫീൽ ചെയ്യുന്നതോ ആയിട്ടുള്ള ചില ഇൻജസ്റ്റിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനിക്വിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ചില ഫീലിങ്ങുകൾ. ഓക്കെ, അതിനെയാണ് പ്രൊഫസർ ജൂസിയസ് ഗ്രീവിയൻസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് ഡെഫിനിഷൻ ക്ലിയർ ആയോ? യെസ്, എനി ഡൗട്ട്സ്? No. അപ്പൊ രണ്ടാമത്തെ ഒരു ഡെഫിനിഷനും അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. ആ ഓരോ ഡെഫിനിഷൻ കാണിച്ചിട്ട് അത് ആരുടേതാണ്, കീത്തിന്റെ ആണോ അല്ലെങ്കിൽ ജൂസിയസിന്റെ ആണോ, അടുത്ത യോഡർ പറയുന്നുണ്ട്, യോഡറിന്റെ ആണോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഓരോ ഡെഫിനിഷൻസും അതേപടി തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ കീത്ത് ഡേവിസ് പറയുന്നത് എന്താ പറയാ, പേഴ്സണൽ ഇൻജസ്റ്റിസ് ആണ്. ആ വേർഡ് ഒന്ന് കോട്ട് ചെയ്താൽ മതി. കീത്ത് ഡേവിസിന്റെ ഡെഫിനേഷനിൽ എടുത്തു പറയുന്ന ഒരു വേർഡാണ് പേഴ്സണൽ ഇൻജസ്റ്റിസ്, അല്ലെ? വ്യക്തിപരമായ അനീതി എന്നാണ്. ആ ഒരു ഫീലിംഗ് ആണ് കീത്ത് ഡേവിസ് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷനിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രൊഫസർ ജൂസിയസ് പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷനിൽ ഡിസ്കണ്ടന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ, വെദർ റിയൽ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്, വാലിഡ് ഓർ അറൈസിംഗ്, അല്ലെ? അതായത് ചിലപ്പോ വാലിഡ് ആയിരിക്കാം, ചിലപ്പോ അല്ലെങ്കിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഉദിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെ? അതൊക്കെ ആ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. അതിനകത്ത് അൺഫെയർ, അൺജസ്റ്റ്, അതുപോലെ തന്നെ ഇൻഇക്വിറ്റബിൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പൊ ആ വേർഡ്സ്, ആ ഫ്രേസസ് കണക്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു ഇന്ന ആളുടെ ഡെഫിനിഷൻ ആണെന്ന് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ബൈഹാർട്ട് പഠിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഇന്ന ഡെഫിനിഷൻ എഴുതുന്നു പഠിച്ചു നോക്കില്ല, ഇന്ന ഡെഫിനിഷൻ ആരുമായി റിലേറ്റ് ചെയ്തതാണ്, ആരുടെ കോൺട്രിബ്യൂഷൻ ആണ് ഈ ഒരു ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുക. സോ പേരിനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില വേർഡ്സോ ഫ്രേസസോ നിങ്ങൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്?
എളുപ്പത്തിന് വേണ്ടി പറയുന്നത്. ബിക്കോസ് യു ഹാവ് ടു അപ്പിയർ ഫോർ ദ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഡെഫിനിഷൻ എഴുതാനോ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ആൻസറുകൾ പഠിക്കണമെങ്കിൽ നിങ്ങളുടെ കണ്ടുകൊണ്ട് നിങ്ങൾ സെന്റൻസ് ബൈ സെന്റൻസ് വായിച്ചു നോക്കണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ PSCക്കൊക്കെ ചിലവർ പഠിക്കുമ്പോൾ ചില കോഡുകൾ പോലെയൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ, കോഡ് പോലെയൊക്കെ ഇങ്ങനെയല്ലേ ചില അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ കോഡ്സ് പോലെ ചിലപ്പോൾ സെന്റൻസ് അങ്ങനെ തന്നെയായിരിക്കും, ഒരു മീനിങ് ഫുൾ ആയിട്ട് സെന്റൻസ്, പക്ഷെ ഇറ്റ് ഈസ് റിട്ടൺ യൂസിങ് സം കോഡുകൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നതാണ്. ഇപ്പൊ ഹിസ്റ്ററി ഒക്കെ ആൾക്കാര് പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പഠിക്കുക. അതുപോലെ അങ്ങനെയൊന്നുമില്ല, ഇത് നമുക്ക് ഒരാളുടെ ഡെഫിനിഷനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ പറഞ്ഞത്? And the next definition is given by Dale Yoder. Dale Yoder കൊടുത്തിരിക്കുന്ന അടുത്ത ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Grievance is a written complaint filed by an employee and claiming for unfair treatment. അതായത് അപ്പൊ എനിക്ക് എന്തെങ്കിലും തരത്തില് ബിസിനസ്സിൽ നിന്ന് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും മോശമായ ഒരു അനുഭവം ഉണ്ടായി. സോ ഐ ഹാവ് റിട്ടൺ സം കംപ്ലൈന്റ്. ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു കംപ്ലൈന്റ് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നു ആർക്ക്? മാനേജ്മെന്റിലേക്ക്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്തത് ഫെയർ ആയിട്ടുള്ള രീതിയിൽ, അൺഫെയർ ട്രീറ്റ്മെന്റ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ, അല്ലെങ്കിൽ എന്നോട് ഒരു ഫെയർ ആയിട്ടുള്ള രീതിയിലല്ലാതെ അൺഫെയർ ആയിട്ട് എന്നെ ഇവിടെ ഓർഗനൈസേഷനിൽ എന്നെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ എന്നെ മോശമായ രീതിയിൽ എന്നോട് പെരുമാറി, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? എംപ്ലോയി ഒരു റിട്ടൺ കംപ്ലൈന്റ് ഈസ് ഫയൽ ചെയ്യുന്നു. അതിനെയാണ് ഗ്രീവിയൻസ് എന്നാണ് ആര് പറയുന്നത്? ഡെയിൽ യോഡർ പറയുന്നത്. Dale Yoderന്റെ അഭിപ്രായത്തിൽ, according to him, he says that grievance is a written complaint filed by an employee and claiming unfair treatment. ആ സാധനം തന്നെ, ആ ഒരു ഫ്രേസ് നിങ്ങൾ ഡെയിൽ യോഡറിന്റെ ഡെഫിനിഷന് വേണ്ടി നിങ്ങൾ കോട്ട് ചെയ്താൽ മതി. ഏതാ? ക്ലെയിമിങ് അൺഫെയർ ട്രീറ്റ്മെന്റ്. അത് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു ഫ്രേസ്. അത് കണ്ടപ്പോ വിചാരിച്ചോണം അത് ഡെയിൽ യോഡറിന്റെ ഒരു ഗ്രീവിയൻസിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ആണെങ്കിൽ പറയാം. അടുത്തത് ഇനിയുണ്ട്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വീണ്ടും ഗ്രീവിയൻസിനെ ഡിഫൈൻ ചെയ്തിട്ട് ഇതൊരു വ്യക്തിയല്ല, ഇതൊരു ഓർഗനൈസേഷൻ ആണ്. അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഗ്രീവിയൻസ് ഇസ് എ കംപ്ലൈന്റ്. ഡെഫിനിഷൻ ആയതുകൊണ്ടാണ് അത് തന്നെ വായിക്കുന്നത്, കാരണം അവർ എഴുതിയ ഡെഫിനിഷൻസിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗ്രീവിയൻസ് ഇസ് എ കംപ്ലൈന്റ് ഓഫ് വൺ ഓർ മോർ വർക്കേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് വേജസ്, അലവൻസസ്, കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സർവീസ് സ്റ്റിപ്പുലേഷൻസ് കവറിംഗ് സച്ച് ആസ് ആൻ ഓവർടൈം ലീവ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, സെക്യൂരിറ്റി, ജോബ് അസൈൻമെന്റ് ആൻഡ് ടെർമിനേഷൻ ഓഫ് സർവീസസ്. അതായത് ഇതും ഒരു തരം കംപ്ലൈന്റുകളാണ്. അതായത് ചിലപ്പോൾ ഒരാളുടെയോ ഒന്നിൽ കൂടുതൽ ജോലിക്കാരുടെയോ എല്ലാവരുടെയും ഒരു കളക്റ്റീവ് കംപ്ലൈന്റ്, ഒരുമിച്ചുള്ള ഒരു കംപ്ലൈന്റ് ആണ്. എന്തിനെ സംബന്ധിക്കുന്നതാ? അവരുടെ വേജസിനെ സംബന്ധിക്കുന്നതാണ്, അവരുടെ അലവൻസുകളായിരിക്കാം, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, നല്ല ചുറ്റുപാടൊക്കെയാണ്, ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മളോട് ഒരുപാട് എന്താ പറയാ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി. പക്ഷെ നമ്മൾ ജോലിക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞ സാധനമൊന്നും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളത്. അകത്ത് കയറി ജോലിക്കൊക്കെ വരാമെന്നൊക്കെ സംബന്ധിച്ച് ഒപ്പിട്ടൊക്കെ കഴിഞ്ഞപ്പോഴായിരിക്കാം ചിലപ്പോൾ നമുക്ക് അവിടെയുള്ള ആ ഫെസിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല എന്നുള്ളത് പിന്നീടായിരിക്കും നമുക്ക് ബോധ്യം വന്നത്. അപ്പൊ വർക്കേഴ്സ് എന്ത് ചെയ്യും? അവര് കളക്റ്റീവായിട്ട് അവർ സംഘടിക്കും. കാരണം നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ ഓൾ ദീസ് തിങ്സ് ആർ നോട്ട് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർഗനൈസേഷൻ നമുക്ക് തരുന്നില്ല. സോ അപ്പൊ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അവിടെ നിന്ന് പൊട്ടലും രീതിയിലൊക്കെ ഉണ്ടാകും. ഇല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളൊന്നും ആരും ജോലിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലിക്ക് പോയവരോ താൽക്കാലികമായി ബ്രേക്ക് എടുത്തവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇതിനകത്ത്. ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ ചെയ്തവരുണ്ടായിരിക്കും. അറിയാം നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ വർക്കിംഗ് കണ്ടീഷൻസ് എന്തായിരിക്കണം? ഫേവറബിൾ ആയിരിക്കണം. ജോലിക്കാർക്ക് പല കാര്യങ്ങൾക്കുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു, അവിടുത്തെ വാഷ്റൂം അവിടെ നല്ല രീതിയിൽ ആളുകൾക്ക് ഒന്ന് വാഷ്റൂമിലൊക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അത് നീറ്റ് ആൻഡ് ക്ലീൻ അല്ല, അല്ലെങ്കിൽ അത് വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കോ എങ്കിലും എന്താ പറയാ നമ്മുടെ ഇരിക്കുന്ന സ്ഥലവും ഓഫീസും മറ്റുമൊക്കെ ക്ലീൻ ചെയ്യുന്നില്ല. ഇതൊക്കെ കുറെ കാര്യങ്ങളാണ്, ഇതൊക്കെ പരാതികളാണ്. കാരണം ഇപ്പോഴാണെങ്കിൽ പൊടിയൊക്കെ കൂടുതലാണ്. ഇപ്പൊ ഫാനൊക്കെ ഇട്ട് ഇപ്പൊ പൊടിയൊക്കെ പറഞ്ഞ് നമ്മൾക്ക് തുമ്മലും ചീറ്റിലൊക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് അൺക്ലീൻ. നമുക്കറിയാം നമ്മുടെ സിറ്റുവേഷൻസും നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസും ക്ലീൻ അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ
ഇന്നത്തെ കാലത്ത് പടർന്നു പിടിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ അൺഫേവറബിൾ കണ്ടീഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള അൺഫേവറബിൾ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിക്കുന്നതോ അല്ലെങ്കിൽ റിഗാർഡിംഗ് ദെയർ വേജസ്, അവർക്ക് കിട്ടേണ്ട വേജസ്, സാലറീസ്, ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങളോട് ഇത്രയൊക്കെ പറഞ്ഞ്, അപ്പൊ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്, അപ്പൊ അതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ന സമയത്തൊക്കെ നമുക്ക് പല അലവൻസുകൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ എക്സ്ട്രാ ജോലി ചെയ്യുന്നതിന് അലവൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വരുമ്പോ എന്തെങ്കിലും ബോണസുകൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് എന്താ പറയാ നമുക്ക് ഇവിടെ വന്ന് പോകുന്നതിന് ഡിയർനെസ് അലവൻസോ ട്രാവലിംഗ് അലവൻസോ ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് ഓഫർ ചെയ്തിട്ട് ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ്, അത് കിട്ടുന്നില്ല എങ്കിൽ ദേ മേ റേസ് സം കളക്റ്റീവ് കംപ്ലൈന്റ്. ഇവരെല്ലാവരും കൂടി കളക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യും, കംപ്ലൈന്റ് റേസ് ചെയ്യും. അതിനെയാണ് ഗ്രീവിയൻസ് എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല വേജസും അലവൻസും വർക്കിംഗ് കണ്ടീഷൻസും, അതുകൂടാതെ അവരുടെ ഓവർ ടൈം, അതായത് കൂടുതൽ സമയമൊക്കെ ജോലി ചെയ്യുന്നു, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ലീവൊക്കെ, ഓവർ ടൈം എന്ന് പറയുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യാണ്. അതായത് സാധാരണ നമ്മുടെ ഡേ ടൈം എന്താ പറയാ ബിസിനസിന്റെ ഒരു ടൈം ഉണ്ടല്ലോ, മോർണിംഗ് 9 to 5 ആയിരിക്കാം, 10 to 6 ആയിരിക്കാം, ആസ് ഇറ്റ് മേ ബി. എങ്ങനെയാണെങ്കിലും ആ ഒരു ടൈമിന് ശേഷം എംപ്ലോയീസ് ആർ വർക്കിംഗ്, അതിന് നമ്മൾ OT, ഓവർ ടൈം എന്ന് വിളിക്കും. അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓവർ ടൈം ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചിലപ്പോൾ ഒരു വീക്കിൽ ഒരു ഓഫ് ഒക്കെ കൊടുക്കാനൊക്കെ ഉള്ള ഇതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കിട്ടുന്നില്ല. ട്രാൻസ്ഫർ എന്തുകൊണ്ട് എന്നെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ദൂരേക്ക്, പ്രൊമോഷൻസ് എന്തുകൊണ്ട് തരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്റെ ജോബിൽ എനിക്ക് സെക്യൂരിറ്റി, എനിക്ക് എന്റേതായ സുരക്ഷിതത്വം, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ജോബുകളൊക്കെ ഏറ്റെടുക്കുന്ന എംപ്ലോയീസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഉദാഹരണം എന്താ പറയാ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ, ഭയങ്കര ഡേഞ്ചറസ്, അവരുടെയൊക്കെ ലൈഫിന് ഒരു സെക്യൂരിറ്റി വേണം. അപ്പൊ അതെന്താ, അത് ഞങ്ങൾക്ക് ഉണ്ടോ, ഞങ്ങൾ അതിനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് പല ചിലപ്പോ ഇൻസ്ട്രുമെന്റുകളോ ചിലപ്പോ വെയർ ചെയ്യാനുള്ള ചില സാധനങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ എംപ്ലോയീസ് എന്ത് ചെയ്യും, അവരൊരുമിച്ച് ചേർന്ന് അതിനെ സംബന്ധിക്കുന്ന ചിലപ്പോ ക്ലെയിമുകളൊക്കെ നടത്തും അല്ലെ. അപ്പൊ അതൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ ടെർമിനേഷൻ ഓഫ് സർവീസിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ അവരെ എന്താ പറയാ ജോലിയിൽ നിന്ന് മാറ്റുക, അവർക്ക് ജോലി കൊടുത്തത് അസൈൻ ചെയ്തിരിക്കുന്ന ജോലിയിൽ ഏതെങ്കിലും തരത്തില് തെറ്റ് വരിക, അതായത് ഞാൻ ചെയ്യേണ്ട ജോലിയല്ല എനിക്ക് തന്നേക്കണേ, എനിക്ക് പറ്റാത്ത ജോലി അസൈൻ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെയുള്ള പരാതികളൊക്കെ എംപ്ലോയീസിന്റെ നിന്ന് താനെ പോകും. അതെല്ലാം തന്നെ എന്താ പറയാ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരു കംപ്ലൈന്റുകളായിട്ട് എല്ലാവരും കൂടി ചേർന്ന് റേസ് ചെയ്യുമ്പോൾ അതിനെയാണ് ഗ്രീവിയൻസ് എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായോ? കുറച്ച് ലെങ്തി ഡെഫിനിഷൻ ആണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ അതിനകത്ത് ആ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക: വേജസ്, അലവൻസ്, വർക്കിംഗ് കണ്ടീഷൻസ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സർവീസ് സ്റ്റിപ്പുലേഷൻസ്, ഏത് സർവീസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ആളുകൾക്ക് വ്യക്തമായി കൊടുക്കില്ലേ. അപ്പൊ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതൊക്കെ വരുമ്പോ അവരെ ചോദ്യം ചെയ്യും തീർച്ചയായിട്ടും. അതൊക്കെയാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നാലാമത്തെ ഡെഫിനിഷൻ മനസ്സിലായോ? 4 ഡെഫിനിഷൻസ് ആണ് പർട്ടിക്കുലർലി നമുക്ക് ഗ്രീവിയൻസിനെ സംബന്ധിക്കുന്നത് കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയായിരുന്നു? ഒന്ന് കീത്ത് ഡേവിസ് നൽകിയ ഒരു ഡെഫിനിഷൻ, പ്രൊഫസർ ജൂസിയസിന്റെ, ഡേൽ യോദർ ആൻഡ് ഓൾസോ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ആൻഡ് 4 ഡെഫിനിഷൻസ്, പർട്ടിക്കുലർലി ഡെഫിനിഷൻസ് ഒക്കെ ആയതുകൊണ്ട് ഇത് കണ്ടല്ലോ നിങ്ങൾ, ഇൻവെർട്ടഡ് കൊമയിലാണ് എഴുതിയിരിക്കുന്നത്. ഏറ്റവും മുമ്പിൽ ആ സെന്റൻസ് തുടങ്ങും, നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു സെന്റൻസ് ഗ്രീവിയൻസിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഡെഫിനിഷൻ. അത് സിമ്പിൾ ആണ് കേട്ടെ. ഇവരുടെയിലൊക്കെ ഒരു ഇൻവെർട്ടഡ് കോമ ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ വേർഡുകൾ നിങ്ങളൊന്ന് കളക്ട് ചെയ്ത് ശ്രദ്ധിച്ചു വെക്കുക. അങ്ങനെ വരുമ്പോ ഡെഫിനിഷൻ മാറിപ്പോകില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ അല്ലെ? ഡെഫിനിഷൻസ് 4 ഇമ്പോർട്ടന്റ് ആണ്. സോ യു ഹാവ് ടു റൈറ്റ് ദർ, അല്ലെങ്കിൽ NB എന്ന് എഴുതുകയോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുകയോ ചെയ്തിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? Now we are moving to the next topic, ഫോംസ് ഓഫ് ഗ്രീവിയൻസ്. ഗ്രീവിയൻസ് ഏതൊക്കെ രീതിയിലുണ്ടെന്നാണ്. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല കേട്ടോ. നമുക്കറിയാം, നമുക്ക് തന്നെ ചിന്തിച്ചാൽ പോരെ, നമ്മൾ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്ക് തന്നെയല്ല, ചില സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലുള്ള പരാതികൾ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി ചേർന്നത്, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്കണ്ടന്റ്മെന്റ് ഉണ്ടാകാം, ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാം ചില കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ. അതായത് നമ്മളിങ്ങനെ ചോദിക്കും ഇടയ്ക്ക്, നിങ്ങൾ ഹാപ്പി ആണോ അല്ലെ, മറ്റേ സിനിമ ചോദിക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് ഹാപ്പി ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ക്യാൻ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലതൊക്കെ നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യാം. നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ
അല്ലെ? അതല്ലേ നല്ലത് ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ. അത് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്, അല്ലെ? നിങ്ങളുടെ ഈ കോഴ്സ് നിങ്ങൾക്ക് നടത്തണം. അത് ഇവരെങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഇവരെ പഠിപ്പിക്കലുകളിൽ ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ട് എന്തെങ്കിലും അത് അറിയിക്കണം. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അത് ക്ലിയർ ആകാതിരിക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഡിസ്ക്ലോസ് ഇറ്റ്. അതർവൈസ് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരെയും നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട്. പോരാത്തതിനാണെങ്കിൽ ഡിസ്കണ്ടന്റ്മെന്റ് മനസ്സിലാക്കാൻ നമ്മളിവിടെ ക്യാമറയും ഓൺ ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ മുഖത്തെ എക്സ്പ്രഷനിലൂടെയെങ്കിലും മനസ്സിലാക്കായിരുന്നു, അല്ലെ? ക്യാമറയും ഓൺ അല്ല. ക്യാമറ ഓൺ ആക്കിയാൽ നമുക്കറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ മുഖമൊന്നും കാണുന്നില്ല, പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളെ കുറിച്ച് ഒരു മുഖമൊക്കെ ഉണ്ട്. ഓക്കെ, അത് ഉള്ളിൽ കണ്ടിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ എടുത്ത് ക്ലാസ് എടുക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഡിസ്കണ്ടന്റ്മെന്റ് ഉണ്ടെങ്കിൽ യു ഷുഡ് ഡിസ്ക്ലോസ് ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ അത് എന്താ പറയാ റെസ്പോണ്ട് ചെയ്യണം അതിന്. അപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുക. അതുപോലെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും പല പ്രശ്നങ്ങളും എന്താ പരാതികളും ഒക്കെ എംപ്ലോയീസിനും ഉണ്ടാകാം. അപ്പൊ അതൊക്കെ അതിന്റെയൊക്കെ ഫോംസ് അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ഗ്രീവിയൻസിന്റെ ആ ഒരു രീതി, രൂപങ്ങൾ, എന്തൊക്കെ രൂപത്തിൽ നമുക്ക് ഗ്രീവിയൻസുകൾ വരുന്നുണ്ട്. ഒന്നാമത്തേത് ഫാക്ച്വൽ ആണ് കേട്ടോ. FACTUAL എന്നുള്ളൂ. ഐ തിങ്ക് അവിടെ ഒരു 6 കയറി കിടക്കുന്നുണ്ട്. 6 നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തേക്കാം. ഫാക്ച്വൽ ആണ്, FACTUAL, ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്നാണ് കേട്ടോ. 6 അവിടെ ഒന്ന് ഇടയ്ക്ക് കയറി പോയതായിരിക്കാം. സ്പെല്ലിംഗ് ഒന്ന് തിരുത്താനാണ് പറഞ്ഞത്. തിരുത്തിയോ? 6 വിട്ടണേ. യെസ്. നമുക്കറിയാം ഒരു relationship between the employer and employee in an organization is based on the contract of that particular employment, അല്ലെ? അതായത് ഒരു ഓർഗനൈസേഷൻ നമ്മൾ ജോലിക്ക് ചേരുമ്പോ ആ ജോലിക്ക് ഇപ്പൊ ഞാനൊരു ജോലിക്ക് ഈ ഒരു ഓർഗനൈസേഷനിൽ കയറുന്നു, അല്ലെ? അപ്പൊ ഞാനും എനിക്ക് ജോലി തന്ന ആള്, ദാറ്റ് ഈസ് കോൾഡ് എംപ്ലോയർ. എംപ്ലോയർ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ട്. ഇന്നതൊക്കെയാണ് കേട്ടോ ടീച്ചറെ, ഇന്ന ക്ലാസ്സുകളൊക്കെയാണ് എടുക്കേണ്ടത്, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ് നമ്മുടെ ക്ലാസ് ടൈം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ ആ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു കരാറുകളൊക്കെ ആ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എഗ്രി ചെയ്യാണ്. അതിനെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് വിളിക്കുക, എഗ്രിമെന്റ് എന്ന് വിളിക്കും, അല്ലെ? അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയറും എംപ്ലോയി തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്, അല്ലെ? എംപ്ലോയർ, ഞാൻ ജോലി എനിക്ക് തരുന്ന ആള് എംപ്ലോയറും ഞാൻ എംപ്ലോയിയും, ഞാൻ ചെയ്യാം എന്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ ഫംഗ്ഷനായിട്ട് 1 by 1 എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയുള്ള ആ ഒരു എഗ്രിമെന്റ്, ആ ഒരു കോൺട്രാക്ട്, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുക. ആരൊക്കെ തമ്മിൽ? എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി ആ ഒരു കോൺട്രാക്ട് ഈസ് ഫോംഡ്. എങ്ങനെയാണ് ഒരു എംപ്ലോയ്മെന്റിന്റെ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്? there will be some norms, some protocols, some rules, some guidelines, അല്ലെ? ആ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് പാലിക്കേണ്ടതായിട്ടുള്ള ചില നോംസ്, ചില റൂൾസ്, അത് തന്നെയാണ് റൂൾസ് എന്ന് പറഞ്ഞത് തന്നെയാണ് നോംസ് എന്ന് പറയുന്നത്. അപ്പൊ റൂൾസ്, അപ്പൊ എംപ്ലോയി എന്താ പറയാ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഉണ്ടായിരിക്കും, അല്ലെ? ആ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങള് എംപ്ലോയീസിന്റെ എക്സ്പെക്ടേഷൻസിന് അതിർത്തി കടന്നു കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഞാനിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ വരുമ്പോ എനിക്ക് കുറെ എക്സ്പെക്ടേഷൻ ഉണ്ട്, കുറെ ആവശ്യങ്ങളുണ്ട്. എന്റെ പ്രതീക്ഷ, ഞാൻ ജോലിക്ക് പോകുന്നത് ഇന്ന കാര്യങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്റെ ഇന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ജോലിക്കായിട്ട് പോകുന്നത്. ആ കുറെ എക്സ്പെക്ടേഷൻസും അല്ലെങ്കിൽ കുറെ എന്താ പറയാ റിക്വയർമെന്റ്സുമായിട്ട് ഓരോ എംപ്ലോയീസും ജോലിക്ക് വരുമ്പോ ആ വരുന്ന ആൾക്ക് അവിടെ ഫോളോ ചെയ്യേണ്ട കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റിന്റെ കോൺട്രാക്ട് എന്ന് വിളിക്കുക. അതൊക്കെ എന്ത് ചെയ്യുന്നില്ല, ഇഫ് ഇറ്റ് ഈസ് നോട്ട് മെറ്റ് ബൈ ദ ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾ ആ എംപ്ലോയി ഉദ്ദേശിച്ചു വരുന്നത് എന്താണോ ആളുടെ പ്രതീക്ഷകൾക്കൊത്ത്, ആളുടെ ആവശ്യങ്ങൾക്കൊത്ത് അവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നേടിക്കൊടുക്കാൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനായിട്ട് ആ ആളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആ കാര്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ എന്ത് പറ്റും? എന്താ സംഭവിക്കുക? സാധാരണ the employee becomes disappointed in his job. ആ എംപ്ലോയിക്ക് എന്ത് സംഭവിക്കും? ആളുടെ ജോലിയിൽ അതൃപ്തി വരും. കുറെ പ്രതീക്ഷകളോടെ കുറെ അവിടെ കാര്യങ്ങളൊക്കെ കോൺട്രാക്ട് ഒക്കെ നമ്മൾ സൈൻ ചെയ്തു, ഞാൻ ജോലിക്ക് വന്നതാണ്. പക്ഷെ ജോലിക്ക് വരുന്ന എംപ്ലോയിക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഐ ഹാവ് ടു ബി ദിസ്, അല്ലെ? ഞാൻ ഇങ്ങനെ ആവണം എന്റെ എംപ്ലോയ്മെന്റില്, അല്ലെങ്കിൽ എനിക്ക് എന്റെ ജോലിയിൽ ഓർഗനൈസേഷനിൽ ജോലിക്ക് ഞാൻ ഇങ്ങനെ ആവണം, ഇന്ന ഒരു പൊസിഷൻ എനിക്ക് വേണം, എനിക്ക് കിട്ടണം, മറ്റുള്ളവരുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ആ ജോലി സാഹചര്യങ്ങളിൽ നിന്നോ ഞാൻ ഇന്ന കാര്യമൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് മെറ്റ് ബൈ ദ ഓർഗനൈസേഷൻ, ദ എംപ്ലോയി of course becomes disappointed. തീർച്ചയായിട്ടും ആ കാര്യങ്ങള്, അത്തരം സൗകര്യങ്ങള്, അത്തരം പ്രതീക്ഷകള് ആ
ആവശ്യങ്ങളൊക്കെ ഓർഗനൈസേഷന് നടത്താൻ പറ്റിയില്ല എങ്കിൽ, ആ എംപ്ലോയിയുടെ അത്തരം ആവശ്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് എന്തുണ്ടാകും, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകും, നിരാശ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ ഡിസപ്പോയിന്റ്മെന്റിന് പറയുന്ന പേരാണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് വിളിക്കും. ഫാക്ച്വൽ വെച്ചാൽ ഇന്നതൊക്കെയാണെന്നൊക്കെ പ്രതീക്ഷ വന്നേക്കാണോ, വലിയ പ്രതീക്ഷയോടെയാണ് ജോലിക്ക് കയറിയേക്കണേ. പക്ഷെ ആ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഓർഗനൈസേഷന് സാധിച്ചില്ല. ഒബ്വിയസ്ലി ദ എംപ്ലോയി ബിക്കംസ് ഡിസപ്പോയിന്റഡ്. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിക്ക് എന്താ ഉണ്ടാകും, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകും. ആ ഡിസപ്പോയിന്റ്മെന്റിനെ പറയുന്ന പേരാണ് ഫാക്ച്വൽ ഗ്രീവിയൻസ്. ക്ലിയർ ആയോ, മനസ്സിലായോ? ഇത്ര ഓർത്തിരുന്നാൽ മതി. അതായത് ഒരു ഓർഗനൈസേഷന് നകത്ത് എംപ്ലോയീസിന് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, കുറെ റിക്വയർമെന്റ്സ്, ആവശ്യങ്ങളുണ്ട്. ഞാൻ എന്റെ ഇന്ന ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ജോലിക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് എന്റെ കോ വർക്കേഴ്സുമായിട്ട് നല്ല രീതിയിൽ അല്ലെ കുറച്ച് സമയം റിലാക്സ്ഡ് ആയിട്ട്, കുറച്ച് എന്താ പറയാ സ്നേഹമുള്ള കുറച്ച് ആളുകളുമായിട്ട് കാര്യങ്ങൾ പങ്കിടാനും മറ്റു കാര്യങ്ങൾ കൂടിയിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അതിന് ഒരു സൗകര്യമില്ല. എന്താ പറയാ ഒരു ഇച്ചിരി ഒരു മനുഷ്യന്മാർക്ക് ഒരു 10 മിനിറ്റ്, ഒരു എന്തെങ്കിലും ഒരു 15 മിനിറ്റ് എങ്കിലും അവരുടെ ലഞ്ച് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മളോട് ഈ സമയത്ത് നിങ്ങൾ ആരുമായിട്ട് സംസാരിക്കാൻ പാടില്ല, ലഞ്ച് കഴിക്കാൻ വേക്കും, അങ്ങനെയൊക്കെ കുറെ എന്താ പറയാ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള കുറെ നിയമങ്ങൾ എന്താ പറയാ മനുഷ്യന്മാർക്ക് പാലിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോ നമുക്ക് എന്തുണ്ടാകും, തീർച്ചയായിട്ടും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ, തീർച്ചയായിട്ടും നമുക്ക് നിരാശ തോന്നും. കാരണം എന്താ, നമ്മളുടെ കുറെ സ്ട്രെസ്സും കുറെ കാര്യങ്ങളൊക്കെ ഫ്രസ്ട്രേഷൻസും ഒക്കെ നമ്മൾ റിലാക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ജോലി വേണം, സാലറി മാത്രം ബേസ് ചെയ്തിട്ടല്ല ചില ആളുകൾ വരിക. സാലറി കിട്ടണം, ഹൈ എമൗണ്ട് ഓഫ് സാലറി 5 അക്കം 6 അക്കം ഒക്കെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് മാത്രം ജോലിക്ക് പോകുന്നവരുമല്ല. ചില ആളുകൾക്ക് ഇങ്ങനെയുണ്ട്, ഒരു മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആക്കണം അല്ലെ. ഒരുപാട് സ്ട്രെസ്സും അതുപോലെയുള്ള ഫ്രസ്ട്രേഷൻസ് ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, ഒരു ജോലി ചെറുതാണെങ്കിലും കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് അവിടെയും നമുക്ക് ഒപ്പം നിൽക്കാൻ, നമ്മളുടെ ഒരു സെക്യൂർഡ് ആക്കാൻ, നമ്മുടെ ലൈഫിനെ ഒന്ന് സെക്യൂർ ആക്കുന്നത് ഒരു ജോലിയിലൂടെയാണ്. അങ്ങനെ കുറെ എക്സ്പെക്ടേഷൻസോട് കൂടി വരുന്ന എംപ്ലോയീസിന് they get disappointed when these expectations are not met by the organization. ഇങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നതെങ്കിൽ എന്ത് പറ്റും, എംപ്ലോയീസ് ഡിസപ്പോയിന്റഡ് ആകും. അതിനെ നമ്മൾ ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് വിളിക്കും. ഇങ്ങനെയുള്ള ഫാക്ച്വൽ എന്താ പറയാ ഈ ഗ്രീവിയൻസുകളൊക്കെ ഷുഡ് ബി ഡ്യൂലി മാനേജ്ഡ്. ഇതെല്ലാം വളരെ നല്ല രീതിയിലുള്ള മാനേജ് ചെയ്യണം. ഈ പറയുന്ന എന്താ പറയാ ഫാക്ച്വൽ ഗ്രീവിയൻസ് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ക്വാളിറ്റി ഇംപ്ലിമെന്റേഷൻ ഓഫ് ഓർഗനൈസേഷണൽ പോളിസീസ് ആണ്. എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ചില വേണ്ടാത്ത കുറെ പോളിസീസ് ഒക്കെ രൂപീകരിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചേർക്കാം. ഏത്, ഇപ്പൊ നമുക്ക് ഒരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ ലഞ്ച് ബ്രേക്ക് ഒക്കെ ഒരു 10-15 മിനിറ്റ് ലഞ്ച് ബ്രേക്ക് ഉള്ളൂ. ആ ബ്രേക്കിന്റെ സമയത്ത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. പക്ഷെ ഫുഡ് കഴിക്കുന്ന സമയത്തെങ്കിലും നമുക്ക് നമ്മുടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യം അല്ലെ, ആരെങ്കിലുമായിട്ട് 1-2 സെന്റൻസ് കുറച്ചു നേരം എങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഒരു എന്താ പറയാ ഫ്രീഡം ഒക്കെ ഇല്ലെങ്കിൽ അതൊക്കെ എന്താകും, അത് ഈ പറഞ്ഞ പോലെ മറ്റ് രീതിയിലുള്ള എന്താ പറയാ ഒരു തരം എന്താ പറയാ ഫോൾട്ടി ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസിയാണ്. തെറ്റായ രീതിയിലുള്ള പോളിസി നിയമിക്കലാണ് അല്ലെ, രൂപീകരിക്കലാണ്. അതൊന്നും പാടില്ല. ഒരു അരമണിക്കൂർ ബ്രേക്ക് ഉണ്ട്, ഫുഡൊക്കെ കഴിച്ച് ഒരു കുഞ്ഞിതായിട്ട് ആരോടെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് സംസാരിച്ച് റിലാക്സ്ഡ് ആക്കി. മനുഷ്യന്മാര് ജോലിയിൽ വരുമ്പോ അവിടെയും എന്താ പറയാ ഭയങ്കര സ്ട്രെസ്സും ഇതൊക്കെ ആകുമ്പോ എന്ത് പറ്റും, ആളുകൾ ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകും അല്ലെ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അത്തരം ക്വാളിറ്റി ആയിട്ടുള്ള പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാണ്ടിരിക്കുക, അതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഫാക്ച്വൽ ഗ്രീവിയൻസിന് പ്രധാനപ്പെട്ട കാരണം. വേറെയും ഒരു എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസ് were told that they would receive a salary increase after a. ഇത് കണ്ടോ, ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് സാലറി കൂട്ടി തരാമോ എന്ന് പറയുന്നു. പക്ഷെ ആ ഒരു വർഷം കഴിഞ്ഞു, അടുത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം അങ്ങനെയാണെങ്കിൽ സാലറി ഇൻക്രീസ് ചെയ്യണമല്ലോ ഓർഗനൈസേഷൻ കൊടുത്ത ഓഫർ ചെയ്ത വാഗ്ദാനം അനുസരിച്ച്. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗ്രാൻഡഡ്, ആ സാലറി ഇൻക്രീസ് ചെയ്യാനുള്ള ആ ഒരു നിയമം അവർ ഗ്രാൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അപ്പോഴെന്ത് പറ്റും, അവർക്ക് ഡിസപ്പോയിന്റഡ് ആകും എംപ്ലോയീസ് അല്ലെ. ഈ മാസം തുടങ്ങി കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടായാലും തന്നില്ലല്ലോ അല്ലെ. ആ ഒരു മനസ്സിലത് ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ്, നിരാശ അങ്ങനെ കിടക്കും. അത് ഒരു ഫാക്ച്വൽ ഗ്രീവിയൻസിന് എക്സാമ്പിൾ ആണ്. നൗ നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ കൂടി കേട്ടപ്പോ ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ഇറ്റ്, മനസ്സിലായിട്ടുണ്ടാകും അല്ലെ. ക്ലിയർ ആയോ ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്താണെന്ന്? ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറയുന്ന എന്താ പറയാ എന്താ പറയാ ഇവിടെ തുടങ്ങി കേട്ടോ. when the expectations are not met by, അതിന് മുമ്പ് ഇവിടുത്തെ സെന്റൻസ് കൂടി ഉണ്ട്, the relationship of the employer and employee. ആ സെന്റൻസ് മുതല് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറയുന്ന ഭാഗം വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആ പോയിന്റില് ഫസ്റ്റ്
പറഞ്ഞിരിക്കുന്ന ഗ്രീവിയൻസിന്റെ ഫോമാണ് ഫാക്ച്വൽ ഗ്രീവിയൻസ്. അത് ഫാക്ച്വൽ ഗ്രീവിയൻസ് അവസാനിക്കുന്നവരെ വരെ അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, എക്സാമ്പിൾ സഹിതം വായിച്ചു നോക്കുക. മനസ്സിലായതൊന്നില്ല എങ്കിൽ പറയണം. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല കേട്ടോ, ഗ്രീവിയൻസ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും പല സ്ഥലങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന ചില ഡിസപ്പോയിന്റ്മെന്റ്, ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെ, ഡിസാറ്റിസ്ഫാക്ഷൻ, അതൊക്കെ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ഗ്രീവിയൻസ് വിളിക്കും. പല രീതിയിലുള്ള അസംതൃപ്തി, അന്യായം, അനീതി എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചില ഫീലിങ്സ് ഉണ്ടാകും. അത് ബിസിനസ് സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, ജോലി സ്ഥാപനത്തിൽ നമ്മൾ അതൊക്കെ നേരിടുമ്പോഴാണ് അതിനെ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ് ഫാക്ച്വൽ ഗ്രീവിയൻസ് വരെ? അടുത്ത ഒരെണ്ണം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇമാജിനറി ഗ്രീവിയൻസ്. പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞാലേ ഞാൻ പറയുള്ളൂ. ക്ലിയർ ആണോ? ഹലോ ഹലോ, യെസ്. അടുത്തൊരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ, ചിലപ്പോ ഒരു മിനിറ്റ് കൂടി പോകും, അത് കുഴപ്പമില്ല, ബിക്കോസ് നമ്മളുടെ ക്ലാസ് അല്ലെങ്കിൽ അധികം പോവില്ല. ഓക്കെ, ഇമാജിനറി ഗ്രീവിയൻസ് ആണത്. ഇമാജിനറി ഗ്രീവിയൻസും ഏത് ഗ്രീവിയൻസ് ആയാലും അത് ഡിസാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്, അസംതൃപ്തി തന്നെയാണ്. ഇവിടെ എന്താണെന്ന് അറിയാമോ, ഈ ഇമേജിനറി ആ വേർഡിൽ നിന്ന് തന്നെ വി ഹാവ് ടു ഗെറ്റ് ഇറ്റ്. നമുക്ക് അതിൽ നിന്ന് ആ വേർഡിൽ നിന്ന് ഇമാജിനറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സങ്കല്പിക്കുന്നത് എന്ന് വെച്ചാൽ ഡ്യൂ ടു ഹിസ് റോങ് പെർസെപ്ഷൻ, അതായത് അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ. അതായത് ചിലപ്പോ എംപ്ലോയിയുടെ എന്താ പറയാ റോങ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, തെറ്റായ ഒരു ധാരണ, തെറ്റായ ധാരണയെ നമ്മൾ എന്ത് വിളിക്കും? തെറ്റിദ്ധാരണ. അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അത് ശരിക്കും അതല്ല, ആള് തെറ്റിദ്ധരിച്ചതാ, എംപ്ലോയിയുടെ കുഴപ്പം കൊണ്ടാ അങ്ങനെ ഉണ്ടാകുന്ന അസംതൃപ്തി. മനസ്സിലായല്ലോ? തെറ്റിദ്ധാരണകൾ ഉണ്ടാവില്ലേ ബിസിനസ്സിൽ? ഉണ്ടാവോ? പരസ്പരം നമ്മൾ വീടുകളിൽ തന്നെ നമ്മൾ പരസ്പരം ആരെങ്കിലും ഒക്കെ തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. വീടിന്റെ അകത്ത് തന്നെ അല്ലെ, ഇന്ന ആളെന്ന് പറഞ്ഞു ഇന്ന ആളായിരിക്കും ചിലപ്പോൾ അത് പറഞ്ഞതെന്ന് തെറ്റിദ്ധരിക്കും അല്ലെ, അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ പല തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അപ്പൊ എംപ്ലോയിയുടെ തെറ്റായ ധാരണ അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ചില ആളുകൾക്ക് ഉണ്ട്. എന്ത് കണ്ടാലും എന്തെങ്കിലും പറഞ്ഞാലും അതിന് നെഗറ്റീവായിട്ട് മാത്രം കാണും. ചിലപ്പോ നല്ലതിന് വേണ്ടി പറഞ്ഞതാകാം അല്ലെ, നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോ എന്തെങ്കിലും ആക്ഷൻ എടുത്തത് അല്ലെങ്കിൽ പറഞ്ഞത്. ഓക്കെ, ചിലപ്പോ ആൾക്കത് ചിലപ്പോൾ അത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാകും, നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഇൻകറക്റ്റ് ഇൻഫർമേഷൻ, തെറ്റായ ഒരു ഇൻഫർമേഷൻ ആർക്ക് കിട്ടുക? എംപ്ലോയിക്ക് കിട്ടുക. ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് എംപ്ലോയി മേ ബിക്കം ഡിസാറ്റിസ്ഫൈഡ്. അങ്ങനെ വരുമ്പോഴും എന്തുണ്ടാവും? എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഈ റോങ് പെർസെപ്ഷൻ, തെറ്റായ ധാരണ എന്ത് പറ്റും? അത് നമ്മുടെ ഓർഗനൈസേഷനിൽ വളരെ ലോങ് ടേം ഇമ്പാക്ട് ഉണ്ടാക്കും. തെറ്റിദ്ധാരണ അങ്ങനെ മനസ്സിലങ്ങനെ കിടന്ന് അത് ഓർഗനൈസേഷന്റെ പല കാര്യങ്ങളെയും ബാധിക്കും. അത് ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ഡെവലപ്പ് ഇൻ ടു എ നെഗറ്റീവ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷന്റെ തന്നെ നെഗറ്റീവ് ഇമേജിനെ ആയിരിക്കും കൊണ്ടുവരിക. എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പേര് കേൾക്കുമ്പോൾ, ഇന്നൊരു ബിസിനസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അത് നല്ല ബിസിനസ് ആണല്ലോ, അവിടെ നല്ല സ്റ്റാഫാണ്, അവര് ആളുകളുമായിട്ട് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നു, എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്നു അല്ലെ. ചില ഓർഗനൈസേഷന്റെ പേര് ഒരു രക്ഷയില്ല, അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ്, അവിടുത്തെ കസ്റ്റമർ സർവീസ് കൊള്ളില്ല, നമ്മൾ അങ്ങനെയും പറയാം അല്ലെ. അത് നെഗറ്റീവ് ഇമ്പാക്ട് ആണ്, അത് ആ ഓർഗനൈസേഷനെ കുറിച്ചുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. കാരണം എന്താ? അവിടെ കുറെ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ കുറെ നെഗറ്റിവിറ്റി വരുമ്പോൾ ഇറ്റ് വിൽ ആഡ് ടു ദ നെഗറ്റീവ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ കുറെ നെഗറ്റീവ്സ് വരുമ്പോൾ എന്ത് പറ്റും? അതാണ് ഓർഗനൈസേഷനെ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെ എംപ്ലോയീസിന്റെ ഇടയിൽ ദേ ഹാവ് സം റോങ് പെർസെപ്ഷൻ, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വരുമ്പോൾ അതങ്ങനെ അവിടെ നിന്ന് കിടന്ന് എന്താകും? ഒരു നെഗറ്റീവ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷന് കാരണമാകും. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ഇമേജ് വരുമ്പോൾ ഇറ്റ് വിൽ അഫക്ട് ദ ഇൻഎഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയീസിന്റെ വർക്കിംഗ് എഫിഷ്യൻസി ഇല്ലേ, അത് കുറയ്ക്കും. എന്ന് വെച്ചാൽ എംപ്ലോയീസിന് താല്പര്യക്കുറവ്, ജോലിയൊന്നും ചെയ്യാൻ വലിയ തൃപ്തിയില്ല. ബിക്കോസ് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് അല്ലേ, മനസ്സിൽ മുഴുവൻ നെഗറ്റീവ്. ബിസിനസ്സിന് എല്ലാം എന്താ പറയാ നെഗറ്റീവ് ഇമേജാ ഉള്ളത്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ എഫിഷ്യൻസി എന്ത് ചെയ്യും? കുറയും. നമ്മൾ എന്തിനാ ഈ മോശം ബിസിനസ്സിന് വേണ്ടി ജോലി ചെയ്യുന്നു അല്ലെ. അപ്പൊ ഞാൻ
പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്നതൊക്കെ അങ്ങോട്ട് കുറയ്ക്കും. എന്ന് വെച്ചാൽ ഉഴപ്പുന്നു അല്ലെ, കൃത്യമായ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നില്ല, എന്റെ രീതിയിൽ ചെയ്യുന്നു, കുറെ നേരം വെറുതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അത് ചെയ്യുന്നു, ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഇന്നത്തെ കാലത്ത് ഉഴപ്പാൻ വേറെ കാര്യങ്ങൾ വേണ്ട. ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയിൽ ഉഴപ്പ് കാണിക്കാം അല്ലേ? അങ്ങനെയല്ലേ? എന്ത് ജോലി, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു അടുക്കള ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിൽ വേണമെങ്കിൽ നമുക്ക് ഉഴപ്പ് കാണിക്കാം. എന്തെങ്കിലും ഒന്ന് തോണ്ടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ സമയം പോകുന്നത് പോലും അറിയില്ല. അപ്പൊ നമ്മൾ അലർട്ട് ആയിരുന്നില്ല എങ്കിൽ സമയം പോകുന്നത് അറിയില്ല. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ജോലി ചെയ്യുമ്പോഴും എന്താ പറയാ, ഇതുപോലെയുള്ള നെഗറ്റീവ് ഇമേജ് മേക്സ് ഡിക്രീസ് ഇൻ ദ വർക്ക് എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്. അത് എംപ്ലോയീസിന്റെ വർക്കിംഗ് എഫിഷ്യൻസിയെ ബാധിക്കും. കണ്ട, അപ്പൊ കുറെ കാര്യങ്ങളാണ് വരുന്നത്. എന്താ പറയാ, ഒരു എംപ്ലോയിയുടെ ഈ പറയുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ ഇഫ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റോങ് പെർസെപ്ഷൻ, തെറ്റായ ധാരണ, അതുപോലെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതുപോലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഇതെല്ലാം ഇമാജിനറി ഗ്രീവിയൻസിന് കാരണങ്ങളാണ്. അല്ലെങ്കിൽ ഇമാജിനറി ഗ്രീവിയൻസ് ഉണ്ടാകുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഇഫക്ട് ദ നെഗറ്റീവ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷന്റെ നെഗറ്റീവ് ഇമേജിലേക്ക് ഡെവലപ്ഡ് ആകുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഡിക്രീസസ് ദ വർക്ക് എഫിഷ്യൻസി, വർക്കിംഗ് എഫിഷ്യൻസിയെ കുറയ്ക്കുന്നു. ഇങ്ങനെയുള്ള ഗ്രീവിയൻസുകൾ എന്ത് ചെയ്യണം? It should be dealt with immediately. പെട്ടെന്ന് പരിഹരിക്കണം. ഇങ്ങനെയുള്ള എന്താ പറയാ ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻസ് അല്ലെങ്കിൽ ഇമാജിനറി ഗ്രീവിയൻസുകൾ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ മാനേജ്മെന്റ് നോക്കിക്കോളണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഓർഗനൈസേഷൻ തകിടം മറിഞ്ഞ് വീഴുന്നത് അറിയില്ല. അത് വീണ് കഴിയുമ്പോഴായിരിക്കും എന്താ നമുക്ക് മനസ്സിലാകുക, ഇതൊക്കെയായിരുന്നു കാരണങ്ങൾ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പം തന്നെ as soon as possible we have to find out. അതിന്റെ കാര്യങ്ങൾ കണ്ടെത്തുക, സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുക, കൃത്യമായി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. That's called the imaginary grievance. ക്ലിയർ ആയോ? ഇമാജിനറി ഗ്രീവിയൻസ് സിമ്പിൾ ആണ് അതൊക്കെ അല്ലെ? അപ്പൊ എന്താണ്, എങ്ങനെയാണ് ഇമാജിനറി ഗ്രീവിയൻസ് റൈസ് ചെയ്യുക എന്നുള്ളത് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇമാജിനറി ഗ്രീവിയൻസ് arises when an employee is dissatisfied due to his wrong perception, negative attitude and incorrect information. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി അടുത്തത് ഇറ്റ് മേ ഡെവലപ്പ്. ഇറ്റ് മേ എന്നുള്ളത് ആ ഇറ്റ് ഉദ്ദേശിക്കുന്നത് ഇമാജിനറി ഗ്രീവിയൻസ് ആണ് കേട്ടോ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വായിക്കണം അവിടെ. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഇറ്റ് മേ ഡെവലപ്പ് ഒന്നും പറഞ്ഞു തരില്ല. ഇമാജിനറി ഗ്രീവിയൻസ് എന്നൊക്കെ അയക്കാം. ഇമാജിനറി ഗ്രീവിയൻസ് മേ ഡെവലപ്പ് എ നെഗറ്റീവ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് എംപ്ലോയീസ് ആൻഡ് ഡിക്രീസസ് their work efficiency. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് എന്നുള്ളത് അവിടെ ഇമാജിനറി ഗ്രീവിയൻസ് ആണെന്ന കാര്യം മറക്കരുത്. അങ്ങനെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, വായിച്ചു പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വായിച്ചു പഠിക്കുക. ഓക്കെ, അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു ഫോംസ് ഓഫ് ഗ്രീവിയൻസിൽ. ഡിസ്ഗൈസ്ഡ് ഗ്രീവിയൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ക്ലാസ് ഉള്ളതുകൊണ്ട് ഓക്കെ. ഇന്ന് പഠിച്ചത് ആകെ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. നമ്മൾ ഒരു 1.5 പേജ് എടുത്തിട്ടുള്ളൂ. ആ ഒരു 1.5 പേജ് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കാം. കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ഭാഗം, പഠിക്കേണ്ട ഭാഗമാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറഞ്ഞത്. സോ ലെറ്റ് മീറ്റ് ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം കാണാം. ബൈ. ഓക്കെ, സീ യു. താങ്ക് യു.